ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ SCERT ക്ലാസ്സിൽ സോഷ്യൽ സയൻസിലെ പാർട്ട് 2 ലാസ്റ്റ് പാഠമാണ് നോക്കാൻ പോകുന്നത്. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. SCERT സീരീസിലെ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ SCERT പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണേ. അതുപോലെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും ലാസ്റ്റിലെ ചാപ്റ്ററായ 11ാമത്തെ ചാപ്റ്റർ നിയമവും സമൂഹവുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നിയമവും സമൂഹവും. നമ്മുടെ ഒരു സമൂഹത്തിനുള്ളിൽ ജീവിക്കുമ്പോൾ ഒരുപാട് നിയമങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പോൾ 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് സമൂഹത്തിലെ നിയമങ്ങളെ കുറിച്ചൊക്കെ ചെറിയൊരു അവബോധം സൃഷ്ടിക്കാനുള്ള ഒരു ചാപ്റ്ററാണിത്. ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ നിയമം എന്താണെന്നുള്ള ഒരു നിർവചനമാണ് കൊടുത്തിട്ടുള്ളത്. സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. എന്താണ്? സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന അംഗീകരിക്കപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. അപ്പോൾ നിയമം എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിനും സുഗമമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഏർപ്പെടുത്തുന്ന കുറച്ച് നിയന്ത്രണങ്ങളും വ്യവസ്ഥകളുമാണ് നിയമം. മനുഷ്യ സാമൂഹിക ജീവികളാണ്. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ മെച്ചപ്പെട്ട ജീവിതവും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിന് നിയമങ്ങൾ അനിവാര്യമാണ്. സമൂഹത്തിലെ എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് നിയമങ്ങൾ. ഒരു സാമൂഹിക കൂട്ടായ്മയിൽ അതിലെ അംഗങ്ങളായ വ്യക്തികളുടെ സ്വഭാവം, പെരുമാറ്റം, പ്രവൃത്തി, സ്വാതന്ത്ര്യം, അവകാശം തുടങ്ങിയവയ്ക്കുമേൽ ചില വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം പൊതു താൽപര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന് ചില ചിട്ടകൾ ആവശ്യമായി വരുന്നു. ഈ ധർമ്മമാണ് നിയമങ്ങൾ നിർവഹിക്കുന്നത്. നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ എന്താണ് സംഭവിക്കുക? നിയമങ്ങൾ പാലിക്കപ്പെടാതിരുന്നാൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇത് സമൂഹത്തിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുന്നു. അതിനാൽ നിയമലംഘനം ശിക്ഷാർഹമാണ്. നിയമങ്ങൾ പ്രധാനമായും 2 രീതിയിലാണ് രൂപപ്പെടുന്നത്. സാമൂഹിക വഴക്കങ്ങളിൽ കൂടി രൂപപ്പെടുന്ന നിയമങ്ങളുണ്ട്. അതുപോലെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ വഴി രൂപപ്പെടുത്തുന്ന നിയമങ്ങളുണ്ട്. ഇനി സാമൂഹിക വഴക്കങ്ങൾ എന്താണെന്ന് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയിലെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. എന്താണ് സാമൂഹിക വഴക്കങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ നോംസ് എന്താണെന്നാണ്? ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയുടെ അലിഖിത നിയമങ്ങളാണ് സാമൂഹിക വഴക്കങ്ങൾ. അലിഖിത നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ലിഖിതം, രേഖപ്പെടുത്താത്ത നിയമങ്ങളെയാണ് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക സാമൂഹിക സംഘത്തിലോ അതുപോലെ സംസ്കാരത്തിലോ സ്വീകാര്യമായി കണക്കാക്കപ്പെടുന്ന വിശ്വാസങ്ങളും മനോഭാവങ്ങളും പെരുമാറ്റങ്ങളൊക്കെ അലിഖിതമായ ഇങ്ങനെയൊക്കെയുള്ള അലിഖിതമായ നിയമങ്ങളെയാണ് സാമൂഹിക വഴക്കങ്ങൾ എന്ന് പറയുന്നത്. പ്രാചീന സമൂഹത്തിൽ നിലനിന്ന നിയമങ്ങളെല്ലാം തന്നെ വഴക്കങ്ങളിൽ നിന്ന് രൂപപ്പെട്ടവയാണ്. അതായത് ലിഖിതമല്ല, അലിഖിതമായിട്ടുള്ളതാണ് പ്രാചീന സമൂഹത്തിൽ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം തന്നെ. ഇവ പൊതുവെ കൃത്യമായി എഴുതപ്പെടാത്തവയായിരുന്നു. സാമൂഹിക വഴക്കങ്ങളിൽ കൂടിയും ആചാരങ്ങളിൽ കൂടിയുമായിരുന്നു അവ നടപ്പിലാക്കിയിരുന്നത്. സാമൂഹിക ക്രമങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന മിക്ക നിയമങ്ങളും പിന്നീട് മാറ്റപ്പെടുകയോ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. നിത്യജീവിതത്തിൽ നമുക്ക് പരിചയമായ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഗതാഗത നിയമങ്ങളുണ്ട്, വിദ്യാഭ്യാസ അവകാശ നിയമമുണ്ട്, ബാലാവകാശ നിയമമുണ്ട്, പിന്നെന്താണ് അക്രമങ്ങൾക്കും അനീതിക്കും എതിരെയുള്ള നിയമങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ? ഈ നിയമങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണ്? ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ആധുനിക കാലഘട്ടത്തിൽ ഓരോ ഗവൺമെന്റും നിയമനിർമ്മാണ സഭകൾ വഴിയാണ് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇനി രാഷ്ട്രം എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിന്റെ ഘടകങ്ങൾ. എന്താണ് രാഷ്ട്രം? ഒരു നിശ്ചിത ഭൂപ്രദേശത്ത് ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സംഘടിതമായ സമൂഹം സംഘടിതമായ സമൂഹത്തെയാണ് രാഷ്ട്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം. എന്തൊക്കെ? ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. അതായത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. ജനസംഖ്യ, ഭൂപ്രദേശം, അതുപോലെ ഗവൺമെൻറ്, പരമാധികാരം എന്നിവയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. എന്താണ്? ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുകൾ മുൻകൈയെടുത്ത് നിർമ്മിക്കുന്ന നിയമങ്ങൾക്ക് പുറമെ ശക്തമായ പൊതുജനാഭിപ്രായത്തെ തുടർന്നും നിയമനിർമ്മാണ സഭകൾ നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ഇതൊക്കെ പ്രസ്താവനയായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ കൂടിയും നിയമങ്ങൾ രൂപപ്പെടാറുണ്ട്. അപ്പോൾ കോടതി വിധികളും വ്യാഖ്യാനങ്ങളും നിർദ്ദേശങ്ങളും പലപ്പോഴും പുതിയ നിയമങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഇപ്രകാരം കോടതി ഇടപെടലുകളിൽ കൂടി നിയമങ്ങൾ രൂപപ്പെടാറുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യൻ പാർലമെന്റിന്റെയും കേരള നിയമനിർമ്മാണ സഭയുടെയും ഓരോ ചിത്രം കൊടുത്തിട്ടുണ്ട്. അടുത്ത ഹെഡിങ് ആണ് നിയമവും സൈബർ ലോകവും. ഇതെന്താണ്? കുറച്ച് ന്യൂസുകളാണ് കൊടുത്തിട്ടുള്ളത്. സൈബർ തട്ടിപ്പ്, വിദേശ പൗരന് അറസ്റ്റിൽ, വീഡിയോ കോളിലും വ്യാജൻ സുഹൃത്തിന്റെ മുഖം കാണിച്ച് പണം തട്ടി, ഓൺലൈൻ ഇടപാട് നടത്തുന്നവർക്ക് ലക്കി കൂപ്പൺ അയച്ച് തട്ടിപ്പ്, ജാഗ്രത പാലിക്കുക, വ്യാജ സാമൂഹിക മാധ്യമ പ്രൊഫൈൽ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പ്. ഇനിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. വിവര സാങ്കേതിക വിദ്യ നിയമം 2000. വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഇടപാടുകൾക്ക് നിയമപരമായ അംഗീകാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനായി നിലവിൽ വന്ന നിയമമാണിത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കർശനമായ ശിക്ഷയാണ് ഈ നിയമത്തിലൂടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യ നിയമം 2000 കുറിച്ചാണ് പറയുന്നത്. ഇന്റർനെറ്റ് ഗെയിമുകൾ, മൊബൈൽ ആപ്പുകൾ, ഓൺലൈൻ സേവനങ്ങൾ എന്നിവയിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000. ഇതുപോലെ ജനങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി പല വിധത്തിലുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. ഏതൊക്കെയാണ് നിയമങ്ങൾ നോക്കാം. വിവരാവകാശ നിയമം 2005. എൻ്റെ ഉദ്ദേശങ്ങൾ എന്താണ്? പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. 2005 വിവരാവകാശ നിയമം 2005 പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ അറിയാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. ഗതാഗത നിയമങ്ങൾ, സൈബർ നിയമങ്ങൾ തുടങ്ങിയവ സമൂഹത്തിന്റെ പൊതുവായ സുരക്ഷ മുൻനിർത്തിയുള്ളതാണ്. എന്നാൽ ചില നിയമങ്ങൾ പ്രത്യേക വിഭാഗങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ളവയാണ്. ഇനി കുട്ടികളും അവകാശങ്ങളും എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കൊളാഷ് നോക്കാം. ബാലവേല നിരോധന നിയമം ലംഘിച്ചു ഹോട്ടൽ ഉടമയ്ക്കെതിരെ കേസെടുത്തു. ബാലനീതി നിയമം നിലവിൽ വന്നതോടെ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു. സർവേ റിപ്പോർട്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ. ശൈശവ വിവാഹ നിരോധന നിയമം നിലവിൽ വന്നു. അപ്പോൾ ഈ ഒരു കൊളാഷുകളിൽ എന്തൊക്കെയാണ് പറയുന്നത്? ബാലവേല നിരോധന നിയമത്തെക്കുറിച്ചും അതുപോലെ ബാലനീതി നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, അതുപോലെ ശൈശവ വിവാഹ നിരോധന നിയമം, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ്. സുരക്ഷ മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടന കുട്ടികൾക്ക് ചില അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇതുകൂടാതെ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിരവധി നിയമങ്ങളും സംവിധാനങ്ങളും നിലവിലുണ്ട്. ബാലവേല നിരോധന നിയമം 1986. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ്. അപ്പോൾ ബാലവേല നിരോധന നിയമം എന്നാണ് നിലവിൽ വന്നത് 1986. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണെന്നാണ് ബാലവേല നിരോധന നിയമത്തിലൂടെ പറയുന്നത്. അടുത്തതായി വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായി പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. ഇനി ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ പറ്റിയാണ് പറയുന്നത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാനത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്.
അടുത്തത് ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിന്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഇപ്പൊ 2015 ബാലനീതി നിയമം നിലവിൽ വന്നത് 2015 സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 ഈ നിയമം നിലവിൽ വന്നത്. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യിപ്പിക്കുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിന്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമം അനുസരിച്ച് ശിക്ഷാർഹമാണെന്നാണ് പറയുന്നത്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. ഇനി ജൂൺ 12 എന്താണ്? ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമാണ്. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 ആണ്. പക്ഷെ ലോക ബാലാവകാശ സംരക്ഷണ ദിനം ചോദിച്ചത് നവംബർ 20 ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ഇനി ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എന്താണ്? 1098 ആണ്. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഇപ്പൊ ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. നവംബർ 20 എന്താണ്? ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ് നവംബർ 20. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. അടുത്തതായിട്ട് പോക്സോ ആക്ട് 2012, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 ആണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ പോക്സോ ആക്ട് എന്നാണ് നിലവിൽ വന്നത്? 2012 2012 നിലവിൽ വന്നത്. എന്താണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടി അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. പോക്സോ ആക്ട് എന്നാണ് നിലവിൽ വന്നത് 2012. അടുത്തൊരു ഹെഡിംഗ് ആണ് നിയമവാഴ്ച. വ്യത്യസ്തങ്ങളായ നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടല്ലോ. ഈ നിയമങ്ങൾക്ക് വിധേയപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമൂഹിക ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാ പൗരനും തുല്യരാണ്. നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച എന്ന് പറയുന്നത്. അപ്പം നിയമം ഉറപ്പാക്കുന്ന തുല്യ സംരക്ഷണം അനുഭവിച്ച് അവയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യമാണ് നിയമവാഴ്ച. അടുത്തൊരു ഹെഡിംഗ് ആണ് തർക്ക പരിഹാര സംവിധാനങ്ങൾ. ക്രമസമാധാന പാലനമാണ് പോലീസിന്റെ ചുമതല. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ശിക്ഷ വിധിക്കുന്നതിനുമുള്ള അധികാരം കോടതികൾക്കാണ്. ശിക്ഷ വിധിക്കാനുള്ള അധികാരം കോടതികൾക്കാണ്. ഇനി സുപ്രീം കോടതി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ന്യൂഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. എറണാകുളത്താണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. ഇപ്പം നമ്മുടെ കേരള ഹൈക്കോടതി എവിടെയാണ്? എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും കൂടാതെ വിവിധ തരം കോടതികൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. കോടതികളുടെ ശ്രേണിഘടന നിരീക്ഷിക്കൂ. ഇനി ഒരു കോടതികളുടെ ശ്രേണിഘടന കൊടുത്തിട്ടുണ്ട്. അതായത് ഏറ്റവും പരമോന്നതമായ കോടതി, അതിന് താഴെ വരുന്ന കോടതികളാണ് കൊടുത്തിട്ടുള്ളത്. സുപ്രീം കോടതിയാണ് ഏറ്റവും മുകളിലായിട്ട് കൊടുത്തത്. പിന്നെ ഹൈക്കോടതി, പിന്നെ ജില്ലാ കോടതികൾ, പിന്നെ കീഴ്ക്കോടതികൾ. ഈ ഒരു ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പരമോന്നതമായ കോടതിയാണ് സുപ്രീം കോടതി. അതിന് താഴെ വരുന്നതാണ് ഹൈക്കോടതികൾ. പിന്നെ അതിൻ്റെ താഴെയാണ് ജില്ലാ കോടതികൾ വരുന്നത്. പിന്നെ വരുന്നതാണ് കീഴ്ക്കോടതികളൊക്കെ അതിൻ്റെ താഴെ വരുന്നതാണ്. നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുക എന്നതാണ് കോടതികളുടെ മുഖ്യ ചുമതല. നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സാമൂഹിക ജീവിതം സാധ്യമാകുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇനി തുടർ പ്രവർത്തനങ്ങളാണ്. എന്താണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ?
ഇതിൽ കൊടുത്തിട്ടുള്ള ഓരോ നിയമങ്ങളും അതിൻ്റെ വർഷങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കുറച്ച് ഡേയ്സ് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോട്ട് ചെയ്യണേ. അതുപോലെ ഇതിൽ തന്നിട്ടുള്ള നിയമങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് നന്നായിട്ട് പഠിക്കണേ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലും 2 ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടാവും. അതായത് നമുക്ക് എക്സാമിന് മുമ്പ് എന്തായാലും നമ്മുടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആവണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.